തമിഴകത്ത് വീണ്ടും സസ്പെൻസ്. വിജയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലെന്ന് ലോക്ഭവൻ. വിജയ് കൈമാറിയത് 116 പേരുടെ പിന്തുണക്കത്ത്. ഭൂരിപക്ഷത്തിന് 118 പേർ വേണമെന്ന് ഗവർണർ. വിവരങ്ങളുമായി സുജിത്ത് ചേരുകയാണ്. സുജിത്ത്, തമിഴകത്ത് വീണ്ടും സസ്പെൻസ് എന്നൊരു വാർത്തയാണ് വരുന്നത്. എല്ലാം കഴിഞ്ഞു, വിജയുടെ സത്യപ്രതിജ്ഞ നാളെ എന്നൊരു തീരുമാനമാണ് കുറച്ച് മുൻപ് വരെ നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ 116 പേരുടെ പിന്തുണക്കത്ത് മാത്രമേ ഉള്ളെന്ന് പറയുന്നു. എന്താണ് അവിടെ വീണ്ടും സംഭവിച്ചിട്ടുള്ളത്? ലിനിഷ, ഒരു സിനിമയുടെ ക്ലൈമാക്സ്, ആന്റി ക്ലൈമാക്സ് ഇപ്പോൾ കാര്യങ്ങൾ പരിണമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 116 പേരുടെ പിന്തുണക്കത്തെ വിജയ് കൈമാറിയിട്ടുള്ളൂ എന്നാണ് ലോക്ഭവൻ വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത്. അതായത് VC-യുടെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണ ഇതേവരെ കിട്ടിയിട്ടില്ല എന്നാണ് ലോക്ഭവൻ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഈ നാളെ 11 സത്യപ്രതിജ്ഞ എന്ന് VC-K വൃത്തങ്ങൾ നമ്മളോട് അറിയിച്ചിരുന്നതാണ്. പക്ഷെ 11:30 സത്യപ്രതിജ്ഞ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ രാത്രി തന്നെ തുടങ്ങേണ്ടതാണ്. അതിന്റെ ഇനീഷ്യൽ വർക്കുകളൊക്കെ, പ്രാഥമിക പണികളൊക്കെ അവിടെ ഏതാണ്ട് തുടങ്ങുകയും ചെയ്തിരുന്നു. അതിനിടയിൽ സെക്രട്ടേറിയറ്റിന് ഇങ്ങനെ ഒരു ഇന്റിമേഷൻ ലോക്ഭവനിൽ നിന്ന് പോയിട്ടില്ല. അതായത് VC-K ഇതിനൊക്കെ അവസാനം, അതായത് CPI-യുടെയും CPI-യുടെയും പിന്തുണ നൽകിയതിനു ശേഷം ഓൺലൈനായി അവരുടെ നേതൃയോഗം ചേർന്നതിന് ശേഷമാണ് ഇമെയിൽ ചെയ്യും, ഈ കത്ത് ലോക്ഭവനിലേക്ക് ഇമെയിൽ ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഇമെയിൽ ഇതേവരെ കിട്ടിയിട്ടില്ല എന്ന് ലോക്ഭവൻ വൃത്തങ്ങൾ പറയുന്നു. ഒപ്പം മുസ്ലിം ലീഗിന്റെ പിന്തുണക്കത്തും ലഭിച്ചിട്ടില്ലെന്ന് പറയുന്നു. തുടക്കം മുതൽ തന്നെ 118 പേരുടെ പിന്തുണക്കത്ത് കിട്ടാതെ ഈ സത്യപ്രതിജ്ഞയ്ക്കുള്ള അനുമതി നൽകില്ല, അല്ലെങ്കിൽ ഈ സർക്കാർ രൂപീകരിക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോകില്ല എന്ന ഒരു നിലപാടാണ് ലോക്ഭവൻ സ്വീകരിച്ചിരുന്നത്, ഗവർണർ സ്വീകരിച്ചിരുന്നത്. ആ നിലപാട് തന്നെ അദ്ദേഹം തുടരുകയാണ്. ഇതിപ്പോൾ 3ാമത്തെ വട്ടമാണ് ഇന്ന് പിന്തുണയുമായി അറിയിച്ചത്. വിജയ് അദ്ദേഹത്തെ അറിയിച്ചത് ലോക്ഭവനിൽ നേരിട്ട് കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചത്. എന്നാൽ വിചിത്രമായ ഇന്ത്യൻ ജനാധിപത്യത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു സമീപനമാണ് തുടക്കം മുതൽ തന്നെ ഗവർണർ സ്വീകരിച്ചിരുന്നത്. ആദ്യം തന്റെ മുന്നിൽ ഈ ഭൂരിപക്ഷം തെളിയിക്കുക എന്ന തരത്തിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന ഒരു തീരുമാനം. അതിനുശേഷം ഫ്ലോറിൽ പിന്തുണ, ഈ 118 പേരുടെ കേവല ഭൂരിപക്ഷമുണ്ട് എന്ന തരത്തിലുള്ള പിന്തുണ തെളിയിക്കണം എന്ന മട്ടിൽ. എന്നാൽ അത് തെറ്റാണെന്നും ഗവർണർക്ക് മുന്നിലല്ല പിന്തുണ തെളിയിക്കേണ്ടതെന്നും ഫ്ലോറിലാണ് പിന്തുണ തെളിയിക്കേണ്ടതെന്നും സഭാതലത്തിലാണ് പിന്തുണ തെളിയിക്കേണ്ടതെന്നും ഉള്ള തരത്തിലുള്ള വിമർശനങ്ങൾ പരക്കെ ഉയർന്നിരുന്നു. ഇത് ഈ ഗവർണറുടെ നിലപാടിനെതിരെ വലിയ തരത്തിൽ ഉള്ള പ്രതിഷേധം പല ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് VC-Kയുടെ പ്രതിഷേധം ലോക്ഭവന് മുമ്പിൽ 2 ദിവസമായി നടക്കുകയാണ്. ഒറ്റയാൾ പ്രതിഷേധങ്ങൾ, ഒറ്റയ്ക്കും കൂട്ടായുമുള്ള പോസ്റ്റർ പ്രതിഷേധങ്ങളും ഒക്കെ. ദിണ്ടിഗലിൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങിയിരുന്നു. അങ്ങനെ തമിഴ്നാട് ഒട്ടാകെ VC-K പ്രവർത്തകർ ഇതിനെതിരെ, ഗവർണറുടെ ഈ ഒരു സമീപനത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എല്ലാം CPIM ഓഫീസിലായിരുന്നു അവസാനം വിജയ് എത്തിയത്. അവിടെ മാധ്യമ പട തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് VC-Kയുടെ ഓഫീസ് ബെയറേഴ്സ് തന്നെ ഈ വന്നിട്ട് മാധ്യമങ്ങളോടൊക്കെ നാളെ 11 മണിക്ക് സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നറിയിച്ച് ആഹ്ലാദ പ്രകടനങ്ങൾ പ്രകടിപ്പിച്ച് പിരിഞ്ഞു പോയതിനു ശേഷമാണ് ഇപ്പോൾ ഗവർണർ വീണ്ടും ഉടക്കിട്ടിരിക്കുന്നത്. 16 പേരുടെ പിന്തുണക്കത്തെ കിട്ടിയിട്ടുള്ളൂ. 2 പേരുടെ പിന്തുണ ഇപ്പോഴും കുറവുണ്ട് എന്ന് പറയുന്നു. അത് VC-Kയുടെ പിന്തുണ കിട്ടിയിട്ടില്ല, അതായത് രേഖാമൂലം കിട്ടിയിട്ടില്ല. മുസ്ലിം ലീഗിന്റേതും കിട്ടിയിട്ടില്ല എന്നാണ് അറിയിക്കുന്നത്. അങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഈ സസ്പെൻസ് ഇപ്പോൾ വീണ്ടും തുടരുകയാണ്. ഒരുപക്ഷെ നാളെ ഇത് സാങ്കേതിക പിന്തുണക്കത്ത് വീണ്ടും എത്തിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം. പക്ഷേ പരമാവധി ഒരു ഗവർണറിലേക്ക്, രാഷ്ട്രപതിയിലേക്ക് ഒക്കെ പോകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുന്ന മട്ടിൽ തന്നെ ആണ് ഗവർണർ ആദ്യം മുതലേ പെരുമാറിയിരുന്നത്. ആ ഒരു സമീപനം അദ്ദേഹം തുടരുകയാണ്. ഈ അവസാന നിമിഷം നാളെ ഒരുക്കങ്ങൾ ഒക്കെ ആരംഭിച്ചതിന് ശേഷം ഇപ്പോൾ ലോക്ഭവൻ ഇങ്ങനെ ഒരു വാർത്ത വരുന്നു. ഇങ്ങനെ സത്യപ്രതിജ്ഞ തുടങ്ങാനുള്ള, അല്ലെങ്കിൽ അതിനുള്ള അനുമതി, അതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങാനുള്ള അനുമതി അറിയിച്ചുകൊണ്ടുള്ള കത്ത് ലോക്ഭവൻ ഇതേവരെ തമിഴ്നാട് സെക്രട്ടേറിയറ്റിന് നൽകിയിട്ടില്ല. കാര്യങ്ങൾ വീണ്ടും പ്രതിസന്ധിയിലേക്ക്, സസ്പെൻസിലേക്ക് തുടരുകയാണ് ലിനിഷ.